ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഞ്ചഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ 5-ാമത്തെ പുസ്തകമായ നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. നിയമം ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഡ്യൂട്രോനോമോസ്, 2-ാമത്തെ നിയമം എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഈ പുസ്തകം അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ആദ്യത്തെ നിയമസംഹിതകളുടെ ഒരു ആവർത്തനമായിട്ടാണ് സാധാരണ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നിയമാവർത്തന പുസ്തകം മോശയുടെ നിയമഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകം എന്ന് പറയാനുള്ളതിൻ്റെ കാരണം മോശയുടെ മരണത്തെയും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള അവസാനത്തെ വചസ്സുകളെയും ഒക്കെ ഉൾപ്പെടുന്നതിനായിരിക്കാം ഇത് അവസാനത്തെ പുസ്തകമെന്ന് വിശേഷിപ്പിക്കുക. മോശയ്ക്ക് ശേഷം തുടർന്ന് വരുന്ന ജോഷുവയെയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര കാദഷ് ബർണയിൽ നിന്ന് ഏദോം വഴി മോവാബ് ദേശത്തേക്ക് എത്തി നിൽക്കുന്നതുമായ ചരിത്രമാണ് നിയമാവർത്തന പുസ്തകത്തിൽ കാണുക. നിയമാവർത്തന പുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ട് മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുക. ഏകദേശം 3 പ്രസംഗങ്ങളിലൂടെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രസംഗങ്ങളെല്ലാം തന്നെ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നിയമങ്ങളുടെ സമാഹാരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തെ നിയമാവർത്തന പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നിങ്ങനെയുള്ള 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നതോടൊപ്പം തന്നെ പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ തോറ എന്ന വാക്കുകൊണ്ട് ഈ പുസ്തകങ്ങളെ മനസ്സിലാക്കി തരുന്നു. ഈ പുസ്തകങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിന് നിയമാവർത്തന നിയമസംഹിത ഉള്ളതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകവും തൊറ അല്ലെങ്കിൽ നിയമപുസ്തകത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമാവർത്തന പുസ്തകത്തെ മറ്റു പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് പല ഗ്രന്ഥകാരന്മാരും അതുപോലെ തന്നെ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുക. ഇത് ഒരു പുതിയ തുടക്കമാണ്. മറ്റു പുസ്തകങ്ങളിലേക്ക്, ജോഷുവ മുതൽ ന്യായാധിപന്മാരെ, സാമുവേല്, രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്ന രീതിയിലാണ് നിയമാവർത്തന പുസ്തകത്തെ മറ്റ് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. കാരണം പഴയ നിയമത്തിലെ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ എല്ലേ ഹദ്ദവറീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദീസ് ആർ ദ വേർഡ്സ്. മോശ ഇസ്രായേൽ ജനതയ്ക്ക് ജോർദാൻ നദിയുടെ അക്കരെ ഭാഗത്തു നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ദവറീം അല്ലെങ്കിൽ വാക്കുകൾ എന്ന് യഹൂദ പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെബ്രായ ഭാഷയിൽ ദവറീം എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്നാണ് അർത്ഥം. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്നത് എല്ലേ ഹദ്ദവറീം എന്നത് ആയതുകൊണ്ട് ഈ പുസ്തകത്തിന് ദവറീം എന്ന പേര് ഗ്രന്ഥകാരന്മാര് നൽകുകയുണ്ടായി. എന്നാൽ ഡ്യൂട്രോണമി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, ആ പേരെങ്ങനെ വന്നു? 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് ഡ്യൂട്രോണമി എന്ന വാക്ക് രൂപീകരിക്കപ്പെട്ടിരിക്കുക. ഒന്ന് ഡെউട്രോ, രണ്ടാമത്തത് നോമോസ്. ഡെউട്രോ എന്ന വാക്കിന്റെ അർത്ഥം 2 എന്നാണ്. നോമോസ് എന്ന വാക്കിന്റെ അർത്ഥം നിയമം എന്നാണ്. 2-ാമത്തെ നിയമം എന്ന് ഈ പുസ്തകത്തെ ഡ്യൂട്രോണമി എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഈ പുസ്തകത്തിന് അർത്ഥമാക്കുന്നു. അതായത് 2-ാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ ആദ്യം കൊടുത്ത ഒരു നിയമമുണ്ട്. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 20 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അതിനെയാണ് കവനന്റ് കോഡ് എന്ന് വിശേഷിപ്പിക്കുക. അതിനുശേഷം ഇസ്രായേൽ ജനതയുടെ ജീവിതയാത്രയിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൊടുത്ത അടുത്ത നിയമസംഹിതയാണ് ഹോളിനെസ് കോഡ് അല്ലെങ്കിൽ വിശുദ്ധിയുടെ നിയമസംഹിത. ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന നിലയിലാണ് 2-ാമത്തെ നിയമം എന്ന പേരിൽ ഈ പുസ്തകത്തിലെ നിയമസംഹിതകളെ അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു സിംഹഭാഗവും പ്രത്യേകിച്ച് നമുക്കറിയാം ഏകദേശം 34 അധ്യായങ്ങളുണ്ട്. ഈ 34 അധ്യായങ്ങളിൽ 5 മുതൽ 27 വരെയുള്ള അല്ലെങ്കിൽ 28 വരെയുള്ള അധ്യായങ്ങൾ നിയമസംഹിതകളുടെ അധ്യായങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ സിംഹഭാഗവും നിയമങ്ങൾ ആയതുകൊണ്ടാണ് ഇതിനെ ഡ്യൂട്രോണമി അല്ലെങ്കിൽ നിയമാവർത്തനം എന്ന് വിശേഷിപ്പിക്കുക. എന്തിനാണ് മോശ നിയമത്തെ ആവർത്തിക്കേണ്ടത്? മോശ നിയമം ആവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് വരികയാണ്. 40-ാമത്തെ വർഷമാണ് കാദഷ് ബർണയിൽ നിന്ന് താമസിച്ചതിന് ശേഷം 40-ാമത്തെ വർഷത്തിലാണ് ഇസ്രായേൽ ജനം ഈ ജോർദാന്റെ മറുകരയുള്ള മോവാബ് ദേശത്ത് എത്തുന്നത്.
ഇങ്ങനെ എത്തുന്ന ജനത്തിന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാപ്പിലൊക്കെ കാണാം. മോവാബ് ദേശത്ത് നിന്ന് ജോർദാൻ നദി കടന്ന് നേരെ അക്കരയ്ക്ക് യാത്ര ചെയ്യുക. എന്നാൽ മോശ ദൈവസന്നിധിയിൽ പാപം ചെയ്തതിനാൽ വാഗ്ദാന ദേശം കാണുകയില്ല എന്ന് ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ മോശ ഇത് ജനങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ജനത്തിന് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ചെയ്യേണ്ട പാലിക്കേണ്ട ചില നിയമസംഹിതകളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം മോശ വാഗ്ദാന ദേശത്തേക്ക് പുറപ്പെടുന്ന ഇസ്രായേലിൽ പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് അടുത്ത ഉപദേശം കൊടുക്കുന്ന രംഗമാണ് ഇവിടെ കാണുക. ഈ പുസ്തകത്തെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചഗ്രന്ഥത്തിൻ്റെ അവസാന പുസ്തകം എന്നതിൽ മാത്രമല്ല, രണ്ടാമതായി പഞ്ചഗ്രന്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി നിയമാവർത്തന പുസ്തകം തുടർന്ന് വരുന്ന മറ്റു പുസ്തകങ്ങളുടെ ഒരു പ്രവേശന കവാടമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുക. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ഹീബ്രു ഗ്രാമർ അനുസരിച്ച് ഒരു പുതിയ ക്ലോസ് ആരംഭിക്കുകയാണ്. ഒരു പുതിയ കാര്യം പറയുകയാണ്. ദീസ് ആർ ദ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞ വാക്കുകളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ജോഷുവയുടെ പുസ്തകം ക്രമീകരിച്ചിരിക്കുക. കാരണം നിയമാവർത്തന പുസ്തകത്തിൻ്റെ സമാപനത്തിൽ മോശ ജോഷുവയെ തൻ്റെ ബാറ്റൺ ഏൽപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. 32-ാമത്തെ അധ്യായമൊക്കെ മോശയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇനി ജോഷുവ, നൂനിൻ്റെ പുത്രനായ ജോഷുവ തൻ്റെ ജീവിതത്തെ, ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്ന വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ജോഷുവയുടെ കേൾക്കെ തന്നെ ഈ നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ജോഷുവയാകട്ടെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് മോശയുടെ നിയമസംഹിതകൾ മാത്രമാണ്. അതുകൊണ്ട് മോശയുടെ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രമാണങ്ങളും തന്നെ ജോഷുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും സാമുവേലിൻ്റെ പുസ്തകത്തിലും ഒക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് വിശുദ്ധഗ്രന്ഥ വചനഭാഗങ്ങളിലൂടെ. അതുകൊണ്ട് ഈ പുസ്തകം, നിയമാവർത്തന പുസ്തകം, ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, അതുപോലെ രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾക്ക് ഒരു ആമുഖം എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ആർ ദ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന നിയമാവർത്തന പുസ്തകം, അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് ആൻഡ് ഇറ്റ് കെയിം ടു പാസ് വെൻ മോസസ് ഡൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ആരംഭിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകമായിട്ട് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ആൻഡ് ഇറ്റ് കെയിം ടു പാസ് വെൻ യഹോശുവ ഡൈഡ്, ജോഷുവ മരിച്ച കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഹെബ്രായ പാരമ്പര്യത്തിൽ കൊടുത്തിരിക്കുന്നു വൈഹി അഹറേ മോത്ത് യഹോശുവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുക. എന്നാൽ സാമുവേലിൻ്റെ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകവും 2 രാജാക്കന്മാരുടെ പുസ്തകവും 3 രാജാക്കന്മാരുടെ പുസ്തകവും 4 രാജാക്കന്മാരുടെ പുസ്തകവും എന്നുള്ള ഒരൊറ്റ യൂണിറ്റായിട്ടാണ് സാമുവേലിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഇത് ആരംഭിക്കുന്നതും ഒരു ആൻഡ് ഇറ്റ് കെയിം ടു പാസ് എന്ന് പറയുന്ന ആ ഒരു കൺജങ്ഷൻ വെച്ചുകൊണ്ടാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളും ഈ നിയമാവർത്തന പുസ്തകത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പുസ്തകമായതിനാൽ തന്നെ നിയമാവർത്തന പുസ്തകം മറ്റു പുസ്തകങ്ങളുടെ ഒരു ആമുഖമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഈ പുസ്തകം മറ്റു പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ആമുഖമെന്നാണ്. കാരണം ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവർ നോക്കുന്നത് തങ്ങൾക്ക് അനുഭവപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ, അത് അനുഭവിച്ച
പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് ഓർക്കുക. ആരാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം കൊടുക്കുന്നത് ഇപ്രകാരമാണ്: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പൂർവ്വപിതാക്കന്മാരാണ്. അങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ അനുസ്മരണമാണ് ഉൽപ്പത്തി പുസ്തകമെങ്കിൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകുന്ന അനുഭവമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനം പറയുന്നത്. അവർ പറയുന്ന ഇപ്രകാരമാണ്: അലയുന്ന അറമായനായിരുന്നു ഞങ്ങളുടെ പിതാവ്, അലയുന്ന അറമായനായിരുന്നു ഞങ്ങളുടെ പിതാവ്. ഇങ്ങനെയുള്ള ഒരു പിതാവ് ഈജിപ്തിലേക്ക് ഇറങ്ങി ചെന്ന് വർഷങ്ങളോളം അവിടെ താമസിച്ചു. അവിടെ പരദേശിയായിട്ട് പാർത്തു, സൊജേർണറായിട്ട്, ഗേറായിട്ട് പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തെ അവലംബിക്കുന്നത്. ഇപ്രകാരം ഈ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലുള്ള പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുന്നതെങ്കിൽ, പുറപ്പാടിൻ്റെ പുസ്തകവും ലേവ്യരുടെ പുസ്തകവും സംഖ്യയുടെ പുസ്തകവും ഇസ്രായേൽ ജനതയുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ സീനായ് മലയുടെ അടിവാരത്തെത്തുന്ന രംഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ കാണുക. അവർ അവിടെ കുറച്ച് വർഷങ്ങളോളം താമസിച്ചു, കുറച്ച് മാസങ്ങളോളം താമസിച്ചു. അതിനുശേഷം അവർ പോകുന്നത് വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് കാദേശ് ബർണയിലേക്കുള്ള യാത്രയാണ്. അവിടെ താമസമാക്കിയതിന് ശേഷം ഏദോം വഴി മോവാബ് ദേശത്തിലേക്ക് പ്രവേശിച്ച് ജോർദാൻ്റെ മറുകരെ നിൽക്കുന്ന രംഗമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ ആമുഖമെന്ന് ചിത്രീകരിച്ചതിന് ശേഷം അതിൻ്റെ 2-ാമത്തെ ഭാഗമായ പുറപ്പാടിൻ്റെ പുസ്തകം, ലേവ്യരുടെ പുസ്തകം, സംഖ്യയുടെ പുസ്തകത്തെ 3 പുസ്തകങ്ങളെയും ഒരുപോലെ ഒരു യാത്രയുടെ വിവരണം പോലെ മനസ്സിലാക്കിയ ശേഷം അവസാനം അതിൻ്റെ കണ്ടന്റ്, അവൻ്റെ സമാപനം എന്ന രീതിയിലാണ് നിയമാവർത്തന പുസ്തകത്തെ നമ്മൾ കാണേണ്ടത്. 1-ാമത്തെ രീതി അതാണ്. എന്നാൽ 2-ാമത്തെ രീതി അനുസരിച്ച് നിയമാവർത്തന പുസ്തകത്തെ ഒരു പുസ്തകത്തിൻ്റെ മുഴുവൻ്റെയും ആമുഖമായിട്ട് കണ്ടുകൊണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമെല്ലാം തുടർന്ന് വരുന്ന പുസ്തകങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് 2-ാമതായിട്ട് നമ്മൾ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചിത്രമാണ് നിയമാവർത്തന പുസ്തകത്തിനുള്ളത്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിലെ ദൈവശാസ്ത്രകാരന്മാരും വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാരും നിയമാവർത്തന പുസ്തകത്തെ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി, നിയമാവർത്തന ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിയമാവർത്തന ചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രമാണ്. അത് ചരിത്രം മാത്രമല്ല, ദൈവശാസ്ത്രപരമായ ഒരു ചരിത്രമാണ്. പല ദൈവശാസ്ത്ര ചിന്തകളും കടന്നു വന്നിരിക്കുന്നത് ഈ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററിയുടെ അനുഭവത്തിലൂടെയാണ്. ഈ ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൈവശാസ്ത്രത്തെ അതിൽ അത്രമാത്രം കൃത്യതയോടുകൂടി നിർവചിക്കുകയും കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് ജോഷുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും അങ്ങനെ മറ്റു പല പുസ്തകങ്ങളും. ഏകദേശം ആളുകൾ പറയുന്നത്, വ്യാഖ്യാതാക്കൾ പറയുന്നത്, ജെറമിയായുടെ പുസ്തകം മുഴുവനും ഈ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നിയമാവർത്തന പുസ്തകം. നിയമാവർത്തന പുസ്തകത്തെ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ പുസ്തകത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊന്ന് പരിശ്രമിക്കാം. കാരണം ഇത് പഞ്ചഗ്രന്ഥത്തിൻ്റെ സമാപനം എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കുന്നിടത്തോളം ഒപ്പം തന്നെ മറ്റു പുസ്തകങ്ങളുടെ ഒരു ആമുഖം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ നമ്മൾ കാണേണ്ടത്. അതിനാൽ ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്താണ് ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി എന്നതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഈ ചരിത്രപരമായിട്ടുള്ള ഒരു അവലോകനത്തിലൂടെ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അതുവരെ ഈ പുസ്തകത്തെക്കുറിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു ഉൾവിളി നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.